നമസ്കാരം. ഞാൻ ടിയോണ. നമസ്കാരം. വയനാട് മേപ്പാടിൽ നിന്നാണ് വരുന്നത്. ആഗ്രഹങ്ങളില്ലേ? ആഗ്രഹം ഉണ്ടെങ്കിൽ അവസരം നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട്. അങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി, അതിനൊരു അവസരം കിട്ടി. അപ്പം നേരെ വയനാട് നിന്ന് എറണാകുളത്തേക്ക് വന്നിട്ടോ. അപ്പം എൻ്റെ ആഗ്രഹത്തിന് അവസരം നേടിത്തന്ന അമൃത ടിവിക്കും ഫൺ അപ്പോൺ എ ടൈം പ്രോഗ്രാമിനും ഒരുപാട് നന്ദിയോടെ ഞാൻ തുടങ്ങട്ടെ. പൊന്നു വിളയുന്ന നാടാണ് നമ്മുടെ എന്ന് എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്, അല്ലേ? ശരിയാണ്. കേരളത്തിന് നല്ല റപ്പാലക്കാടാണ്, ചക്കയുടെ കലവറ. അതെൻ്റെ സ്വന്തം നാടായ വയനാടാണെന്ന് ഞാൻ പറയൂ. കാരണം എന്താണെന്നറിയോ? എത്ര തരം ചക്കകളാ ഞങ്ങളുടെ നാട്ടിൽ. കൂഴച്ചക്ക, വരിക്കച്ചക്ക, ചീമച്ചക്ക, ആഞ്ഞിലിച്ചക്ക, ചെമ്പരത്തി ചക്ക തുടങ്ങി ചക്കച്ചാമ്പറമ്പി ചാക്ക വരെ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ചേച്ചിട്ട് നോക്കണ്ട, ചേച്ചി ഇതുവരെ ചക്ക കഴിച്ചില്ല തോന്നും. ചക്ക തിന്നണേ, നല്ല വരിക്കച്ചക്ക തന്നെ നോക്കി തിന്നണെന്ന് അമ്പലത്തിലെ ശാന്തിക്കാരനും കൂടെ എൻ്റെ അപ്പൂപ്പൻ എപ്പോഴും പറയും. ഈ പറയുന്ന അപ്പൂപ്പനാണേ ചക്കയേക്കാൾ ഇഷ്ടം ചക്കക്കുരുവിനോടാ. ആളപകടകാരിയാണെങ്കിലും അപ്പൂപ്പൻ്റെ പ്രിയം കുരുവിനോട് തന്നെ. ഒരു ദിവസേ അപ്പൂപ്പൻ്റെ അമ്പലത്തിലെ ശങ്കുളിയുടെ നീളമുണ്ടല്ലോ, അതങ്ങ് ഒരുപാടങ്ങ് കൂടിയപ്പോഴാ അപ്പൂപ്പനൊരു കാര്യം മനസ്സിലായി. ചക്കക്കുരു അപ്പൂപ്പൻ എന്നെ ഒരു കുരയായിരുന്നു. ഇപ്പൊ അവിടെയുള്ള വിളി നിർത്തി, ഇപ്പൊ വീട്ടിലിരുന്നാ വിളി. ഇപ്പൊ മഴക്കാലത്തെ തവളിയും അപ്പൂപ്പനും ഏകദേശമൊക്കെ ഒരേപോലെ. അങ്ങനെ ചക്കപ്രാന്ത് മൂത്ത എൻ്റെ അപ്പൂപ്പൻ ഇളയമ്മളുടെ കല്യാണത്തിന് വീട് അലങ്കരിച്ചതും ചക്ക മടല് കൊണ്ട്. പോരഞ്ഞിട്ട് കതിർമണ്ടകത്തില് തെങ്ങുപൂക്കലുണ്ടല്ലേ, അതിന് പകരം ചക്കയുടെ പുറന്തോടൊക്കെ വെട്ടിയിട്ട് അത് നല്ല വൃത്തിയാക്കി ഈർക്കിളിയിൽ കുത്തിവെച്ച് ലോകത്തിൻ്റെ ഒക്കെ മാതൃകയായ ലോകത്തിലെ ഒരേ ഒരു അപ്പൂപ്പൻ, അത് ചിലപ്പോൾ എൻ്റെതായിരിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ എൻ്റെ രമേശ് ഏട്ടാ താലി ഒഴുകെ ആ കല്യാണത്തിൻ്റെ ബാക്കിയൊക്കെ ചക്കയും കൊണ്ടുണ്ടായിരുന്നു. പോരാഞ്ഞിട്ടോ സദ്യക്ക് ചക്കക്കുരു തോരൻ, ചക്കക്കുരു പായസം, ചക്കപ്പുഴുക്ക്. എൻ്റെ ദൈവമേ എന്ന് വേണ്ട ചക്കയും കൊണ്ടുള്ള എല്ലാ മാങ്ങാത്തൊലികളും അന്നത്തെ സദ്യക്ക് ഉണ്ടായിരുന്നു. എന്നിട്ടോ നാട്ടാരുടെ ഇടയിൽ അപ്പൂപ്പിനൊരു അടിപൊളി പേര് വേണം, ഒരു ഇരട്ട പേര് നിങ്ങൾക്കൊക്കെ ഇല്ലേ? പഴഞ്ചക്ക സുശീലൻ. നാട്ടാരത് ചുരുക്കി പശു എന്ന് വിളിക്കാനും തുടങ്ങി. ഇപ്പം പശുവേ എന്ന് വിളിക്കുകയാണെങ്കിൽ രണ്ട് പേരാട്ടോ വിളി കേൾക്കുക. ഒന്ന് എൻ്റെ വീടിൻ്റെ അകത്തുള്ള പശു, ഒന്ന് പുറത്തുള്ള പശു, തൊഴുത്തുള്ള. അപ്പോൾ ഈ ഒറിജിനൽ പശു വിചാരിക്കും ഇതിൽ ഒറിജിനൽ ആരാണെന്ന്. ഒന്നും പറയണ്ട. അപ്പൂപ്പൻ എങ്ങനെയാണെങ്കിൽ രജനാൻറ്റി, ഇതിലേറെ കഷ്ടാണ് അപ്പൂപ്പൻ്റെ ഫ്രണ്ട് ജ്യോതിഷൻ സ്നേഹല്. പേര് ന്യൂജനല്ലേ? പേര് ന്യൂജനാണെങ്കിലും ആള് പഴഞ്ചക്കയേക്കാളും പഴുത്തതാ. കവടിക്കുരു നിരത്തി പ്രശ്നം പരിഹരിക്കാമെന്ന ആൾക്കാരുടെ മുന്നിൽ ഷോ ഓഫ് ഇറക്കാൻ വേണ്ടിയിട്ട് കവടിക്കുരുവിന് പകരം ചക്കക്കുരു എടുത്ത് പ്രശ്നം പരിഹരിക്കാൻ നോക്കിയ മഹത് വ്യക്തിയും കൂടെയാണ് നമ്മുടെ സ്വന്തം ജ്യോതിഷൻ സ്നേഹല്. അതിലും വലിയൊരു ചക്ക അല്ലേ? ഇപ്പൊ നാട്ടുകാരൊക്കെ എടുത്ത് പഞ്ഞിക്കിട്ട് ഇപ്പൊ വീൽ ചെയറില സവാരിയും. നമ്മളൊക്കെ സ്വതവേ ആദ്യമായിട്ടാണ് എന്തത് എന്താ സ്ഥിതി, സുഖല്ലേ, എന്തൊക്കെയുണ്ട് എന്നൊക്കെയല്ലേ ചോദിക്കുക. പക്ഷെ എൻ്റെ അപ്പൂപ്പൻ പറയണത് നിങ്ങൾ കേൾക്കണം. ചക്ക കഴിച്ചിട്ടുണ്ടോ? ചക്കയ്ക്ക് വളവിടാറുണ്ടോ? വെള്ളമൊക്കെ കഴിച്ച് കിടക്കണ താത്ത എന്നൊക്കെയാ പറയാ. ഒരു ദിവസേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി അർജന്റ് ഹോസ്പിറ്റലിലേക്ക് ഓടാ. പാവം പുള്ളിക്കാരിനെ വട്ടിട്ട് പിടിച്ചിട്ട് അപ്പൂപ്പൻ ചുങ്ങനെ നിന്നിട്ടൊരു ചോദ്യം, എന്താ സുജേ വളവിടാറില്ല അല്ലേ? കുറച്ച് വളം ഇട്ട് കൊടുത്താൽ മതി, എല്ലാം റെഡി ആക്കിക്കോളുന്നു. ആവശ്യത്തിനനുസരിച്ച് അപ്പൂപ്പന് നല്ല വളം കൊടുത്ത് നല്ല അലക്കി ഉണക്കാനിട്ട് സുജേച്ചി. പക്ഷെ അതൊന്നും അപ്പൂപ്പനൊരു പുത്തരിയേ അല്ല. നമ്മളൊക്കെ എല്ലാവർക്കും പോരായ്മകളുണ്ട് അല്ലേ? എനിക്കും പോരായ്മ ഉണ്ട്. എൻ്റെ പോരായ്മയ്ക്ക് അനുസരിച്ച് എൻ്റെ അമ്മ പറയാ ഇവിടെ മണ്ണാങ്കട്ട തച്ചി തന്നെ എന്നൊക്കെയാ പറയാ. പക്ഷെ അപ്പൂപ്പം അല്ല, നമ്മളിപ്പോൾ ആളെ അറിയാത്ത ആൾ അവർക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കുകയാണെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾ ഭീഷണിയായിട്ട് പറയും, അവനെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ, അവന് ഒരുമാതിരിയാ എന്നൊക്കെയാ പറയാ. എൻ്റെ അപ്പൂപ്പൻ ഇങ്ങനെ മാറി നിരുന്ന പറയും, അവനൊരു കെട്ട ചക്കക്കുരുവാ, അവനൊരു ചീഞ്ഞ പഴം ചക്ക എന്നൊക്കെയാ പറയാ. പക്ഷെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും കൂടുതൽ പറഞ്ഞ എൻ്റെ അച്ഛനോടാണ് ഈ അപ്പൂപ്പൻ പറയും. ഈ ചക്കക്കുരു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോടാണ് അപ്പൂപ്പൻ പറയാറ്. അതെന്താ അറിയ കാരണം ഞാൻ പറഞ്ഞുതരാം. ഒരു പരിസ്ഥിതി ദിനമായിരുന്നു കേട്ടോ. പരിസ്ഥിതി ദിനത്തിന് ഈ അപ്പൂപ്പൻ കുറേ പഴചക്കൻ്റെ ഒക്കെ അതൊക്കെ ചെടിയൊക്കെ കൊണ്ടുവന്ന് അതവിടെ നട്ടുപിടിപ്പിച്ച്. എനിക്ക് നടാൻ ഒരു ചെടിയും ഉണ്ടായില്ല. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് 2 ചെടി വേണം. അപ്പം അച്ഛൻ ഓടിപ്പോയിട്ട് ഏതൊക്കെ 2 ചെടിയൊക്കെ കൊണ്ടുവന്നു.
അച്ഛനത് കൊണ്ടെന്ന് മാത്രം അറിയണ്ടാവുള്ളൂ. ഞാനാണ് അതിന് നോക്കിയത്, വെള്ളം ഒഴിച്ചത് എല്ലാം ഞാനായിരുന്നു. ചെടി ഒരു വളർന്നു വലുതായപ്പോൾ വീട്ടിൽ അച്ഛനെ തേടി പോലീസും വന്നു. ഞാൻ ഓടിപ്പോയി അമ്മനോട് വെച്ച്, അമ്മ അതെന്താണ് അച്ഛനെ കൊണ്ടോ, എന്താ സംഭവം എന്താ? അതെ, നിന്റെ അച്ഛൻ തൊട്ടാ പൊള്ളുന്നൊരു ചെടി വളർത്തി. അല്ല, ഇതുവരെ ഞാൻ അതിന് വെള്ളം ഒഴിച്ച സ്ഥിതിക്ക് എനിക്കിതുവരെ പൊള്ളിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ജീപ്പ് കയറിയിട്ട് പോലീസ് ജീപ്പ് കയറിയിട്ട് രാജപ്രൗഢിയോടെ എൻ്റെ അച്ഛൻ അപ്പൂപ്പനോട് പറയാ, ദേ എനിക്കവിടെ നല്ല നിലയും വിലയൊക്കെ ഉള്ള നിങ്ങളുടെ സ്ഥിര സ്ഥാനമായിട്ട് എന്നെ കാണാനെങ്ങാനോ അവിടേക്ക് വന്ന. അപ്പൊ അപ്പൂപ്പൻ പറയാ, ഇവനൊരു കെട്ട ചക്കക്കുരു തന്നെ. അല്ലെങ്കിലും അപ്പൂപ്പൻ പറഞ്ഞതൊക്കെ ശരിയാണ്. ആരെങ്കിലും അല്ലെങ്കിലും ജീപ്പ് കയറിയിട്ട് രാജപ്രൗഢിയോടെ എനിക്ക് അവിടെ നിലയും വിലയുള്ളതാന്ന് പറയോ? സത്യം പറഞ്ഞാൽ എൻ്റെ രമേശ് ഏട്ടാ, എൻ്റെ അച്ഛന് നില എന്താ വില എന്താന്ന് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്. ഒരു ദിവസമല്ലേ എൻ്റെ അപ്പൂപ്പൻ ഇപ്പം മൊത്തം പറയണത് എൻ്റെ അനിയനെ കുറിച്ചാണ്. അപ്പൂപ്പൻ്റെ എല്ലാം കിട്ടിയിരിക്കുന്ന എൻ്റെ അനിയനാണ്, പ്രതീക്ഷ മൊത്തം എൻ്റെ അനിയൻ്റെയിലാണെന്നൊക്കെ പറയണേ. കാരണം എന്താ അറിയോ, അപ്പൂപ്പൻ്റെ സ്വഭാവങ്ങളൊക്കെ എൻ്റെ അനിയന് കിട്ടിയിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടെ ചേർന്ന എൻ്റെ വീട്ടിലൊരു തൃശ്ശൂർ പൂരം തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ എൻ്റെ വീട്ടിലും നാട്ടിലും എന്താ നടക്കണേന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമുണ്ടോ? നന്ദി, നമസ്കാരം. Once upon a time, once upon a time.